പതിവില്ലാതൊന്നും നേരത്തെ എണീറ്റപ്പോൾ അതേ നല്ല മഴയും തണുപ്പും. പണ്ടൊക്കെ ഇങ്ങനെ ഒരു കാലാവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. സ്കൂൾ വരെ മുടക്കി ചരിത്രം എനിക്കുണ്ട്. ആരാലും എങ്ങനെ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ നല്ല മടി പിടിച്ച് പുതച്ചു മൂടി കടന്നുറങ്ങാൻ ആഗ്രഹിക്കാത്തത്. ഞാനെന്തായാലും ഇന്ന് അതിന് നിന്നില്ല. പുറത്തൊക്കെ ഒന്ന് പോയി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കിളികളെയൊക്കെ ഒന്ന് കണ്ടു. കുട്ടികളുടെ അടുത്ത് വന്നപ്പോൾ രണ്ടാളും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് വർക്ക് തീർന്നത്. അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ ഷോപ്പ് എവിടെ വരുന്നതെന്നുള്ളത്. എൻ്റെ ഷോപ്പ് ഇവിടെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ ഞങ്ങൾക്ക് 2 ഷോപ്പുണ്ട്. ഒന്ന് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്, മറ്റേതിലാണ് കേട്ടോ ഞാൻ. അതൊന്ന് റെനോവേറ്റ് ചെയ്ത് ബാക്കിലേക്ക് ഒരു ഡോറൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ബിസിനസ്സിന് നമുക്ക് കുറേ സ്ഥലം വേണം, സൗകര്യം വേണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് കേട്ടോ ടൈലറിങ്. നമുക്കതിനോടൊരു താല്പര്യം ഉണ്ടായാൽ മാത്രം മതി. എന്നാൽ വീടിൻ്റെ ഒരു കോർണർ ആണെങ്കിൽ പോലും നമുക്ക് ധാരാളമാണ് കേട്ടോ. ഈ ഒരു ബ്ലൗസാണ് നമ്മൾ ഇന്നലെ സ്റ്റിച്ച് ചെയ്തു എന്ന് പറഞ്ഞത്. ഇതൊന്ന് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. ഹക്കോബയിൽ വരുന്നതാണ്. പ്രിൻസസ് കട്ട് മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്ക് ഓപ്പൺ കൊടുത്തിട്ട് പഫ് സ്ലീവാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പഫ് അവർക്ക് കൂടുതലായിട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 4-5 പ്ലീറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവരിട്ട് നോക്കി കറക്റ്റ് ഫിറ്റായിരുന്നു. നമുക്ക് ഒരു ഓൾട്രേഷനും വേണ്ടി വന്നില്ല കേട്ടോ. ഇതിൻ്റെ സാരി കൂടി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ആ സാരി പറ്റി പറയുന്നത് വെച്ചാൽ 2-3 വർഷം മുന്നേ മിക്ക സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു മോഡലാണ്. ഇതിപ്പോൾ ബ്ലൂവിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നൊരു മോഡലാണ്. ഇതിൻ്റെ തന്നെ ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നതും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു കോമ്പിനേഷനൊക്കെ കാണാനായിട്ട്. ബ്ലൗസ് നമ്മുടെ ഹക്കോബയാണ്. സാരിയുടെ മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം ഈ ബ്ലൗസ് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് പനിയും ജലദോഷമൊക്കെ. അപ്പോൾ അതും വെച്ചിട്ടാണ് ഇന്നലെ അതൊക്കെ ചെയ്തത്. പിന്നെ അവരിട്ട് നോക്കിയിട്ട് പെർഫെക്റ്റാണ്, അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കേട്ടോ.